ലൈവിൽ ആദിലും നൂറ അനുമോളും കൂടി സംസാരിക്കുകയാണ്. എല്ലാവർക്കും ചർച്ച ചെയ്ത് തന്നെയാണ്. നൂറ പറയാണ്, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മുതൽ അനീഷേട്ടൻ ഇവൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് മണ്ടത്തരം ചെയ്താലും ഇവൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് അനീഷേട്ടൻ. അതെനിക്ക് കുറച്ചായിട്ട് തോന്നിയൊരു സംഭവമാണ്. നൂറ പറയാണ്, അപ്പോൾ ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് സമയത്ത് അനുമോടെ ചെരുപ്പ് കാണാനില്ല. അപ്പം ഇപ്പം അനുമോടല്ലേ ചെരുപ്പ് കാണാനില്ലെന്ന് പറയേണ്ടത്, അനീഷേട്ടൻ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അനീഷേട്ടൻ അത് എന്തിനാണ് അത്ര ഒരു ഇതെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലായില്ല. അനീഷേട്ടൻ വന്നിട്ട് നൂറ ആ മീറ്റിങ്ങിൽ അനുമോളുടെ ചെരുപ്പ് ആരാ എടുത്തതെന്ന് ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ, അതൊന്ന് ചോദിച്ചറിയണം. അപ്പം അതിൽ പറയാം, അത് ഞാൻ കേട്ടായിരുന്നു. അനുമോൾ പറഞ്ഞ അത് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഞാനും കേട്ട്. അപ്പോഴാണ് നീ ഷാനാസിക്ക എടുത്ത് ചോദിച്ചാൽ ഇക്ക എടുത്തോന്ന് ഇങ്ങനെ കൈ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാനൊരാക്കി ഒരു ചിരി ഇരിച്ചിട്ട് അങ്ങ് പോയി പുള്ളിയെ എടുത്ത്. അപ്പോൾ എനിക്ക് അന്നേരം ഒരു ഡൗട്ട് തോന്നുന്നു, പുള്ളി എന്തിനാണ് നിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എഫോർട്ട് ഇടുന്നത്? മനസ്സിലായോ? പുള്ളി ഇങ്ങനെ ആരുടെ കാര്യത്തിൽ എഫോർട്ട് ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മളോട് പുള്ളി ഭയങ്കര ക്ലോസ് ആണ്, പക്ഷെ നമ്മുടെ ചെരുപ്പൊക്കെ കാണാതായാലോ അല്ലെങ്കിൽ സാധനങ്ങൾ കണ്ടില്ലെന്ന് വെച്ചിട്ട് പുള്ളി അങ്ങനെ എഫോർട്ടൊന്നും ഇടാറില്ല. ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതും മരുന്ന് തരുന്നതും ഒക്കെ ഓക്കെ ഫൈൻ. എന്തെങ്കിലും ഇങ്ങനെ കാണാതാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊന്നും ഇല്ലല്ലോ. അപ്പം നിൻ്റെ കാര്യത്തിൽ എന്താ അങ്ങനെ ചെയ്യുന്നത്? നിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ പുള്ളി, അത് നീ ഒന്ന് ചോദിക്കണം. പിന്നെ അനീഷേട്ടൻ ഇങ്ങനെ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ നിന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അനുമോൾ പറഞ്ഞു, അത് നിങ്ങളെല്ലാവരും ഇങ്ങനെ പിണങ്ങിയിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ്. അത് ഞാൻ അന്നേരം വിചാരിച്ച് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞിട്ട് പോകുന്നതാണെന്ന്, അനീഷേട്ടൻ എന്നോട് പറഞ്ഞിട്ട് പോകുന്നതാണെന്ന് എനിക്ക് തോന്നി. എനിക്കതിൽ വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ പിണങ്ങിയൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല, അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പറയാമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ലല്ലോ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ പറയുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലല്ലോ. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ അനീഷേട്ടൻ വന്നോട്ട് പറയും, എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, വന്നോളൂ കുട്ടി വന്നോ കിച്ചണിൽ നിൽക്കുക എന്നൊക്കെ പറയും. അന്ന് ഫുഡ് കഴിക്കുന്നില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് ആ ചപ്പാത്തി കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ ആ ഒരു ചപ്പാത്തിയും കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴിക്കുമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചായിരുന്നു. അതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ്. ഒറ്റപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത്രയും കെയർ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം നൂറ് പറയുന്ന നമ്മളെല്ലാം വഴക്കിട്ട സമയത്ത് പുള്ളി മാക്സിമം ഇവളടുത്ത് പോയിരുന്ന് സംസാരിക്കുക, ഇവിടെ ഒറ്റപ്പെടണ്ടെന്ന് വിചാരിച്ച് ഇവിടെ കൂടെ തന്നെ ഇരിക്കുകയൊക്കെ ആയിരുന്നു. പുള്ളിക്ക് എന്തിൻ്റെ ആവശ്യം അത്? നൂറ ചോദിക്കുകയാണ്, പുള്ളിക്ക് എന്തിൻ്റെ ആവശ്യം അത്? അനുമോൾ പറയാം, ഞാൻ ആ മൈജി കോണറിൽ പോയിരുന്നില്ലേ, അപ്പോൾ പുള്ളി മഴ പെയ്തപ്പം എനിക്ക് കുടയായിട്ടൊക്കെ വന്നായിരുന്നു. ഞാനന്നേരം പറയും ചേച്ചി വാ ചേട്ടാ, എനിക്ക് ചേട്ടനോട് സംസാരിക്കണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ കുടയിൽ കയറിയെന്ന് പറഞ്ഞ് അനുമോൾ കിടന്ന് ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഡൗട്ട് തോന്നിയില്ല നൂറ എന്ന് അനുമോൾ പറയുന്നു. ആ മീറ്റിങ്ങിലൊക്കെ എതിർത്ത് സംസാരിച്ച് തോന്നുന്നു നിനക്ക് തോന്നിയില്ലേ? എനിക്ക് അന്നേരം ഒന്നും ഒരു സംശയം തോന്നില്ല. അതൊക്കെ ഞാൻ ഒറ്റപ്പെട്ടെന്നുള്ള ഒരു ഇതിൽ എന്നോട് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് എന്ന് അനുമോൾ പറയുന്നു. അത് മാത്രമല്ല, ഞാൻ എന്ത് പറയണമെന്ന് വിചാരിക്കുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് പുള്ളി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഒറ്റപ്പെടണ്ടെന്ന് വിചാരിച്ച് പറയുന്നില്ലേ. എന്തായാലും ലൈവിൽ ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.